ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് ബർദുബായിലാണ്. ബർദുബായിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ പ്രത്യേകത ഉണ്ട്. 55 വർഷം പഴക്കമുള്ള ഒരു ചായക്കട എന്നാൽ ചെറിയൊരു ചായക്കടയാണ്. അതിൽ ഒരുപാട് വിഭവങ്ങൾ, അതായത് ബജി ഐറ്റംസ് ഒക്കെ കിട്ടും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് കാണാം. ഇന്നത്തെ വിശേഷം അതാണ്. അപ്പോൾ വാ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ റെസ്റ്റോറൻറ്റ് കേട്ടോ. 55 വർഷം പഴക്കമുള്ള റെസ്റ്റോറൻറ്റ്, അൽഷാബ് റെസ്റ്റോറൻറ്റ്, മലയാളികളുടെ ആണ്. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞ ഒരുപാട് വിഭവങ്ങൾ ഇവിടെ ഉണ്ട്. हाँ भाई, एक प्लेट हमको मिक्स करके दियो पूरा बजी। ओके भैया, कितना का चाहिए? 5 dirham 10 dirham मिक्स? ओके 5 dirham 5 dirham। पानी पूरी, दही पूरी, बेल पूरी, शेव पूरी, मसाला पूरी, समोसा चाट, चना चाट, पापड़ी चाट। आजा बैठो बैठो बैठो। हेलो ब्रदर, वेलकम 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 वेलकम। समोसा चाट, चना चाट, पापड़ी चाट, आ जाओ। അപ്പൊ ഞാൻ എന്താ പറഞ്ഞ പോലെ തന്നെ 5 ദിറംസിനാട്ടാ പ്ലേറ്റ് നിറയെ ബജി തന്നേക്കണത്. ഇവിടെ 55 വർഷമായി എന്ന് പറയുന്നത് ഈ കട. 2 കടയുണ്ട് കേട്ടോ. ഇതിന്റെ തൊട്ടപ്പുറത്ത് 54 വർഷമായ ഒരു കട, അതായത് ഒറ്റ വർഷത്തെ വ്യത്യാസത്തിൽ കടകളാണ്. 2 മലയാളീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ജോലിക്കാരൊക്കെ മറ്റ് രാജ്യക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. സാധനം 55 വർഷം എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നോക്കിയിട്ട് പറയാം. ആദ്യം തന്നെ ചെറിയൊരു സമൂസ എടുക്കുന്നുണ്ട് കേട്ടോ. ഏക്കാ സമൂസ? വെജിറ്റബിൾ സമൂസ. കുഴപ്പമില്ല, നല്ല സമൂസ കഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ മസാല ഒരു വളരെ മോശമായിരിക്കും ചില സ്ഥലത്തൊക്കെ. അപ്പോൾ നമുക്കിതാ ഗ്രീൻ പീസൊക്കെ തന്നെ കയ്യിലെടുക്കാൻ കിട്ടുന്നുണ്ട്. വളരെ അടിപൊളി മസാലയാണ് കേട്ടോ. ചെറിയ സമൂസ കേട്ടോ. പിന്നെ 3 ചട്നി ഉണ്ടെന്നാണ്. 3 ചട്നി. ഓക്കെ, ഗ്രീൻ ചട്നി. ഓക്കെ, ഓക്കെ, ബീട്രൂട്ട് ചട്നി. ഓക്കെ ഓക്കെ ഓക്കെ. 3 ചട്നി ഉണ്ടെന്നാണ് പറയണത്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ടേസ്റ്റ് നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്നുള്ളത്. സാധാരണ സമൂസക്ക് ചട്നി കൂട്ടാറില്ല. അപ്പം ഞാനത് കൂട്ടിയിട്ട് എങ്ങനെയുണ്ട് നോക്കട്ടെ. ഷോപ്പിന്റെ സ്പെഷ്യൽ ബീറ്റ്റൂട്ട് ചട്നി ഇടാ. വെറുതെ അല്ല, 55 വർഷം ഓടിയതിട്ടാ. നല്ല ടേസ്റ്റുള്ള ചട്നിയും അതുപോലെ തന്നെ സമൂസയും ബജിയും. 3 ചട്നി ഉണ്ട് കേട്ടോ. 3 ചട്നിയിലും ടേസ്റ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് 3 ചട്നിയിലും ടേസ്റ്റ് ചെയ്യണം. അടുത്ത മുളക് ബജിയാണ് ഞാൻ എടുക്കണത്. നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നുള്ളത്. ടേസ്റ്റ് മാറി. നേരത്തെ സമൂസ ബജി, അതിനപ്പുറം എന്താ ഇപ്പോൾ നമ്മൾ മുളക് ബജിയിലേക്ക് വന്നപ്പോൾ വേറെ ടേസ്റ്റായി. സാധാരണ ഈ ചായക്കടികളൊക്കെ അധികം കഴിക്കാത്ത ആൾക്കാരുണ്ടല്ലോ, ഇവിടെ വന്നാൽ ഒരുപാട് കഴിക്കും കേട്ടോ. ടേസ്റ്റ് കൊണ്ട് ഒരുപാട് കഴിക്കുന്നവൻ. നോർത്ത് ഇന്ത്യൻസും പാകിസ്ഥാനികളൊക്കെയാണ്, അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള. പക്ഷെ മലയാളികളുണ്ട് ഇതിലെ പോകുമ്പോൾ ഒക്കെ കയറാറുണ്ട് ഒരുപാട് ആൾക്കാർ. പക്ഷെ കൂടുതലും നോർത്ത് ഇന്ത്യൻസ് പാകിസ്ഥാനികളൊക്കെയാണ് ഇവിടെ കയറണം. അപ്പോൾ ഇനി നമ്മൾ മലയാളികളും എല്ലാവരും ഇവിടെ വന്ന് കയറണം കേട്ടോ. വിട്ടുപോകരുത്. അടിപൊളി ടേസ്റ്റുള്ള ബജീസ്. അടുത്തത് ഞാൻ എടുക്കണതേ ഉരുളക്കിഴങ്ങിൻ്റെ ബജി, അതായത് പൊട്ടാറ്റോ വറുത്തിട്ടുള്ളു. പച്ച പൊട്ടാറ്റോ വറുത്തത് കേട്ടോ, ഉണക്കിയതല്ല, പച്ച. സോസിൽ മുക്കി. പൊട്ടാറ്റോ ഒരു രക്ഷയില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ ഇപ്പുറത്തെ ആൾക്കാരൊക്കെ വന്നിട്ട് നമ്മളെ ക്യാമറയിലേക്ക് അവിടെ നിന്നൊക്കെ ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്നും നോക്കണില്ല, രുചി കൊണ്ട് ഞാൻ മയങ്ങിപ്പോയി. നല്ല കറുമുറു, അതിൻ്റെ സൈഡൊക്കെ നല്ല വെന്തിട്ടുണ്ട്, നല്ല ടേസ്റ്റ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഭാഗത്തൊക്കെ വരികയാണെങ്കിൽ ഇവിടെ കയറണം. ഇവിടെ ഒരുപാട് സ്പെഷ്യൽ ടീകളൊക്കെ ഉണ്ട് കേട്ടോ. സ്പെഷ്യൽ ടീ എന്ന് പറഞ്ഞാൽ ബദാം ടീ, അതേപോലെ തന്നെ സാഫ്രോൺ ടീ, അങ്ങനെ ഒരുപാട് സ്പെഷ്യൽ ടീകളൊക്കെ നോക്കട്ടെ. കുടിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം. അതുപോലെ തന്നെ കുങ്കുമപ്പൂ നല്ല മണമുണ്ട്. കുങ്കുമപ്പൂവിൻ്റെ മണ്ണിൻ്റെ ഫോട്ടോ ഉണ്ടില്ല, അടിപൊളി. ये हमको लेके जा सकते हैं?
നിങ്ങക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാട്ടാ. ഇത് പൈസ പേ ചെയ്യണ്ടേ കൊണ്ടുപോകണമെങ്കിൽ? അതെ. അപ്പൊ ഒറ്റ യൂസിങ് കേട്ടാ. ഈ ചായ ഓർഡർ ചെയ്ത് കഴിഞ്ഞാല് ഈ പോട്ട് നമുക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം വീട്ടിലേക്ക്. ഈ കാർട്ടൂൺ എന്താണ്? ഈ കാർട്ടൂണിൽ സമൂസയാണ്. ഇത് അറബിയുള്ള ഓർഡറാണ്. പള്ളിയിലേക്കുള്ള ഓർഡർ അല്ലേ? ഓർഡർ 1000 2000 വെച്ചിട്ട് ഇതിപ്പോ 2000 സമൂസ, 2400 സമൂസ. 2400 സമൂസ. ആ ഓക്കെ. ഒരു കാർട്ടൂണിൽ 100 പീസ് വെക്കും. ഡെയിലി ഇങ്ങനെ പോകണ്ടോ ഇവിടെ? ഡെയിലി പോകും. 60 ദിവസം പോകും. റമദാനിലൊക്കെ ഞങ്ങൾ 35,000 സമൂസ ഒരു ദിവസം ഡെലിവറി. പഴയ അബ്ദുറഹ്മാൻ, പഴയ ഇവിടുത്തെ കട 1971 വാപ്പായിട്ടുള്ള മക്കളും അതൊക്കെ അല്ലേ? ഓക്കെ ഓക്കെ. ഹലോ ബൈ, നാട്ടിലെവിടെ? पाकिस्तान। मलयालम कितना साल हो गया पढ़ा? 2 वर्षाई। इधर काम करते कितना साल हो गया? 2 वर्षം. ഓക്കെ. മലയാളം പടാ? കുറച്ച് പടാ. ഓക്കെ ഓക്കെ ഓക്കെ. Hi, how are you? Very nice cafeteria. Fine, thank you. Very nice. Very nice. How long you drink tea here from here? Tea? I drink tea, coffee, This one sambusa, coffee? bakura. 7 years. 7 years. 7 years. Oh, okay, okay. But my father 25 years. Your father 25 years drinking. Ah, okay, 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 okay. You from? You from? Yemen. Yemen. Ah, okay. You living here, eh? Okay. Good. Good. പാനിപൂരി ഉണ്ട്, ദഹിപ്പൂരി ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഓക്കെ, ആദ്യം തന്നെ ഞാൻ പാനിപൂരിയാണ്. പാനിപൂരിക്ക് ഇവിടെ ഒരു മസാല വാട്ടും ഉണ്ടെന്ന് വെച്ചിട്ടാ, ഇംലി പാനി എന്നാണ് പറയണത്. അതിൽ ഒഴിച്ചതിന് ശേഷം ഞാൻ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ.
welcome. Apura samosa, vegetable samosa, no pili-pili. കൊള്ളാം. Welcome, welcome. മോനെ മനസ്സിൽ ലഡു പൊട്ടി എന്തൊക്കെ പറയില്ലേ അതുപോലത്തെ ടേസ്റ്റ് നല്ല അടിപൊളി, നല്ല ക്രഞ്ചി ആയിട്ടുള്ള കണ്ടില്ലേ. ലൈറ്റ് ആണ് കേട്ടോ, ലൈറ്റ് വെയിറ്റ് ആണത്. ദഹിപ്പൂരി കേട്ടോ, ദഹിപ്പൂരി സ്പൂണ് ഇറക്കണം കൊണ്ട് വെച്ചേക്കണേ. ഇതെങ്ങനെ ഉണ്ട് നോക്കാം. ദഹിപ്പൂരി കഴിച്ചിട്ട് രണ്ടും വെറൈറ്റി ടേസ്റ്റ് കേട്ടോ. എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ദഹിപ്പൂരിയാണ്. അതെന്താ വെച്ചാൽ ഇതിൽ മധുരം ഉണ്ട് കേട്ടോ കുറച്ച്, അതുകൊണ്ടായിരിക്കും ഇഷ്ടപ്പെട്ടത്. മധുരം കുറച്ച് ഇഷ്ടപ്പെട്ട ആളാണ് ഞാൻ. അടിപൊളി, എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം ഇത് കേട്ടോ, ദഹിപ്പൂരി. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. അപ്പൊ മറ്റൊരു വീഡിയോ കാണുന്നവരെയും ബൈ. ചായ തണുത്തോളം കേട്ടോ, കുടിക്കട്ടെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോ കാണുന്നവരെയും ബൈ.